ഇന്നത്തെ ആധാരമായിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്യം കൊരിന്ത്യലേഖനം നിന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ 14 വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവരായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ പ്രധാന പ്രമേയം ദൈവസ്നേഹമാണ്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ പ്രകടമാകുന്ന ദൈവസ്നേഹം. ക്രിസ്തു ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ്, മൂർത്തിമദ്ഭാവമാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ സാധ്യമല്ല. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം, മിനി ബൈബിൾ എന്നറിയപ്പെടുന്നത് യോഹന്നാൻ 3:10 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ക്രിസ്തുവിലൂടെയാണ്. പക്ഷേ നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന ആളുകൾക്കറിയാം, ക്രിസ്തു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആണെന്നേ തത്വമാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് തന്റെ ജീവനെ നമുക്ക് തന്നുകൊണ്ടാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ വഴിപാട് യാഗമായി നമ്മെ സ്നേഹിച്ചുകൊണ്ട് തന്നെ വഴിപാട് യാഗമായി അർപ്പിച്ചു. അത് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടാണ്. പറയുമ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ച് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ടാണ് യേശുനാഥൻ കാൽവരിയിലെ കുരിശിലെ യാഗമായത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നമ്മൾ യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? യേശു മാർത്തയെയും അവരുടെ സഹോദരി മറിയയെയും ലാസറയെയും സ്നേഹിച്ചു. പ്രത്യേകമാണ്, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായി സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശു കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹം ഇന്നും തുടരുന്നതാണ്, ഇന്നും നിലനിൽക്കുന്നതാണ്. ലോകത്തിലെ മഹാന്മാരുടെ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരുടെ സ്നേഹം, അവരെ രാഷ്ട്രത്തെ സ്നേഹിച്ചിട്ടുണ്ട്, മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ട്, ചില പ്രസ്ഥാനങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഈ സ്നേഹമൊക്കെ ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയതാണ്. ഇന്നും അതിന് പ്രസക്തിയില്ല, അല്ലെങ്കിൽ ഇന്നും അതിന് ജീവനില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇന്നും ചൈതന്യവത്താണ്. സ്നേഹിച്ച സ്നേഹം മാത്രമല്ല, സ്നേഹിക്കുന്ന സ്നേഹമാണ്. വർത്തമാനകാലത്തിലെ സ്നേഹം മാത്രം, ഭൂതകാലത്തിലെ സ്നേഹം മാത്രമല്ല, വർത്തമാനകാലത്തിലെയും സ്നേഹമാണ്. നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവരും എന്നാണ് പറയുന്നത്.
വർത്തമാനകാല പ്രയോഗത്തിലാണ്. നമ്മെ സ്നേഹിക്കുന്നവരാണ്. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. യേശു കർത്താവ് പ്രവർത്തിച്ചു, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. മർക്കോസിന് സുവിശേഷം 16 ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ആ സുവിശേഷം അവസാനിക്കുന്നത് യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുക. അത് സ്വർഗ്ഗത്തിലേക്ക് പോയി. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നതാണ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളെ വചനത്തിൽ ഉറപ്പിച്ചും പോകുന്നു. അപ്പൊ യേശു സ്വർഗ്ഗത്തിലേക്ക് പോയി, പക്ഷെ അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നത്. യേശു സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നത് അതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യേശുനാഥന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, നമ്മെ നിർബന്ധിക്കുന്ന ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, നിർബന്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരാൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിർബന്ധിക്കേണ്ടി വരിക. കുറേക്കാരനായ ശിമോനെ ക്രൂശിന് മുമ്പാണ് നിർബന്ധിക്കേണ്ടി വരിക. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്നും ചില കാര്യങ്ങളൊക്കെ സർക്കാർ ഗവൺമെന്റ് ചില ചട്ടങ്ങളിലൂടെ, നിയമങ്ങളിലൂടെ, കൽപ്പനകളിലൂടെയൊക്കെ നിർബന്ധമാക്കി നമ്മളെ മുന്നിൽ കൊണ്ടുവരുന്നു. എങ്കിൽ നമ്മളെ ധരിക്കും, ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി നമുക്ക് ഇഷ്ടമല്ല, ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ അത് ചില കൽപ്പനകളിലൂടെ, നിയമങ്ങളിലൂടെ നിർബന്ധമാക്കിയിരിക്കും. ചിലർക്ക് സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധം. ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ പോകാൻ, ട്യൂഷന് പോകാൻ, മരുന്നില്ലാത്ത എന്നും സ്കൂളിൽ പോകാൻ കുട്ടികളെ നമ്മളെ അധികം നിർബന്ധിക്കുന്നവരാണ്. പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ അറിയാം, പുറത്തുവച്ചാണ് വളരെ നിർബന്ധിച്ച കുട്ടികളെ. ഞാനത്ര സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ പോലെ സ്കൂളുകളൊന്നും അറിയിട്ടില്ല, ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ ചില കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അമ്മമാര്, അച്ഛന്മാരൊക്കെ ഉണ്ടായിരിക്കും. ഈ അമ്മമാര് കുറേ വണ്ടിയെ വണ്ടി പോകും, എന്നിട്ട് അവരെ അടിക്കും. അപ്പൊ ആ വേദന പോയി കുറേ പിന്നെ ആളുകളായിരുന്നു അന്ന് സ്കൂളിൽ ഈ അടിച്ചടിച്ച് പോകുന്നത് നിർബന്ധിക്കുക. അതുപോലെ മരുന്നുകളില്ല. ഇന്നത്തെ പോലെ നല്ല ടേസ്റ്റുള്ള മരുന്ന് നോക്കി അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഈ ആയുർവേദ വൈദ്യന്മാർ, ഡോക്ടർമാർക്കല്ല, ആയുർവേദ വൈദ്യന്മാരെ ധാരാളം. അന്ന് കഷായം, ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് കഷായം അതിന് അതൊക്കെ ഇപ്പൊ 4 ഗ്ലാസ് 4 നാഴി വെച്ച് അത് 2 നാഴിയായിട്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ വിധിപ്രകാരമായി കഷായം ഭയങ്കര കഴിപ്പാണ്. അതൊക്കെ കുട്ടികളെ നിർബന്ധിച്ച് കുടിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയാണ്. അമ്മമാര് മടിയിൽ കിടത്തി അവർക്ക് അശാസ്ത്രീയമായ കാര്യമാണ്. പക്ഷെ അവർ ചില കാര്യം അവരുടെ ബുദ്ധി ഞാൻ ആലോചിക്കാറുണ്ട്. ചെറുതായി ആലോചിക്കുക. ഈ മടിയിൽ കിടത്തിയിട്ട് ഒരാൾ കൈയും കാലൊക്കെ പിടിച്ച് അവരുടെ വായിൽ കഷായം വരും. അപ്പൊ തുപ്പാതിരിക്കാൻ വേണ്ടി ഈ വിരൽ കൊടുക്കും. പക്ഷെ നല്ലോണം കുട്ടികളാണ് വിരൽ വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഈ കൈവിന്റെ ഈ കമ പടി കഴിഞ്ഞിട്ട് അതിന് വെച്ചിട്ട് നാവിനാമത്തെ പിടിക്കും, തുപ്പാതിരിക്കാൻ കഴിയും. പക്ഷെ ഈ കുട്ടികളെ കൈക്കോളൊക്കെ വലിയ ഇറക്കില്ല, വായിലേക്ക് ഇറക്കില്ല. അപ്പൊ എന്താ ചെയ്യുക? അതായിരിക്കാൻ അവരുടെ ബുദ്ധി ശാസ്ത്രീയമാണ്. ഈ മൂക്ക് 1-2 സെക്കൻഡ് അപ്പൊ അകന്നിട്ടില്ല. ശ്വാസം കിട്ടാതാവുന്ന ഈ കുട്ടികൾ ചാടും, ചാട്ടിട്ട് വായിക്കും. അപ്പൊ അവരുടെ ആ ബുദ്ധി, അതൊക്കെ ശരിയായ പ്രത്യേകത അല്ലെങ്കിൽ തന്നെയും ആ ബുദ്ധി എത്ര നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിർബന്ധം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നിർബന്ധം, മറ്റുള്ളവരുടെ മതങ്ങളുടെ നിർബന്ധം എന്ന് പറയുന്നത് അത് നന്മയെ കണ്ടുകൊടുക്കുന്നത്. ക്രിസ്തു ആ സ്നേഹത്തോടെ ഞാൻ നമ്മെ നിർബന്ധിക്കും. എന്തിനാണ് നിർബന്ധിക്കുന്നത്? നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. യേശു ക്രിസ്തു നമ്മെ നിർബന്ധിക്കുന്നത് 1-9 വരെ 16 വായിക്കാം. 1-9 16 എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല.
നിർബന്ധം എന്റെ മേലിൽ കിടന്നു. ഒരാൾ സുവിശേഷം അറിയിച്ചാൽ കർത്താവിന്റെ നിർബന്ധത്തിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു. കർത്താവിന്റെ കൽപ്പനയാണ് സുവിശേഷം അറിയിക്കുക എന്ന് യേശുനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒടുവിലായി പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക്, നിങ്ങൾ ഭൂമികളൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കും. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്, ഒടുവിലും നിയോഗം കൽപ്പനയാണ്. അപ്പൊ സുവിശേഷം അനുസരിക്കുക അല്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്നത് കാര്യമാണ്. പ്രശംസിക്കാനൊന്നുമില്ല. ഇവിടെ പൗലോസ് പറയുന്നതാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇന്ന് സുവിശേഷ പ്രവർത്തനം പ്രശംസയുടെയോ പ്രശസ്തിയുടെയോ ഒരു ഉപാധിയായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇന്ന് നമുക്ക് സൗകര്യങ്ങളായി സോഷ്യൽ മീഡിയയുടെ സഹായം കൊണ്ട് ഒരു ചെറിയ കാര്യം വലിയ സംഭവമായി മാറ്റാനും ഒരു നിമിഷം കൊണ്ട് ലോകം മുഴുവൻ എത്തിക്കാനും സാധിക്കുന്നു എന്നത് നല്ല കാര്യം. അതേ തന്നെ നന്ദിയും തിന്മയും. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം പ്രവർത്തനം എന്ന് പറയുന്നത് പ്രശംസയ്ക്കുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നതല്ല. സുവിശേഷം അറിയിക്കുക ഒരു അധ്യാപകൻ ഞാനിന്ന് കുട്ടികളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിയും? അദ്ദേഹത്തിന് ചോദ്യം തരട്ടെ. ഒരു ഡോക്ടർ ഞാനിന്ന് രോഗികളെ പരിശോധിച്ചു എന്ന് ആളുകൾ പറഞ്ഞു തന്നാൽ എന്തെങ്കിലും എനിക്ക് പ്രസക്തിയുള്ളൂ? അവനവന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കടമയാണ്. അതിൽ പ്രശംസിക്കാനായി ഒന്നുമില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മളെക്കാളും എത്രയധികം ത്യാഗോചരമായ നിലയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടുള്ള എത്രയോ ആളുകൾ. എനിക്ക് തോന്നുന്നു ഇവിടെ പല ആളുകൾ അവരെ വ്യക്തമാണെങ്കിൽ ധാരാളം പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന ആളുകൾ പ്രവർത്തനമുണ്ടായിരിക്കും. അപ്പൊ അത് പ്രശംസയ്ക്കുള്ള കാര്യമാണ്. എത്രയോ ത്യാഗോചരമായി ചെറിയ പ്രശസ്തരാണ്. എങ്ങനെയാണ് അദ്ദേഹം പാട്ടുകൾ ചെയ്തത്? പ്രശസ്തരാണ്. അദ്ദേഹം സുവിശേഷൻ ബാലമന്ത്രം തുടങ്ങിയതുകൊണ്ട് പ്രശസ്തനായിരിക്കും. വലിയ പ്രശസ്തനാണ്. സുവിശേഷൻ നാസിക അദ്ദേഹം പ്രശസ്തനായിരിക്കും. മധുരയിൽ ബൈബിൾ സ്കൂൾ തുടങ്ങിയത് അദ്ദേഹം പ്രശസ്തനാണ്. പക്ഷേ സുവിശേഷം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശസ്തിക്കോ പ്രശസ്തിക്കോ എന്നല്ല. അങ്ങനെ ത്യാഗോചരമായ വേറെ ഒരാളുണ്ട്. പൈപ്പിൽ നിന്നും ഈ മധുരയിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചത് അദ്ദേഹം വ്യാധിയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ജീവിതമായിട്ട് പറയുന്നത് അദ്ദേഹം പറയുന്നത് കേൾക്കില്ല. അദ്ദേഹം ഈ വേലയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ച് നടന്നു വരുമ്പോൾ ചായക്കടയിലൂടെ രാജ്യത്തുള്ള പോയിട്ട് ആ നായകൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ആവശ്യമായിട്ട് വരികയാണ്. താൻ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ പൈസ തന്നാണ് നിങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പട്ടിണി ഒക്കെ മരിക്കരുത്. അത് അദ്ദേഹത്തിന് വളരെ പ്രശ്നമുണ്ടായി. അദ്ദേഹം പിന്നീട് ഈ ഇദ്ദേഹത്തിന്റെ കടയുടെ മുന്നിൽ വളരെ അവസരമാണ് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കണം. അപ്പൊ കടയുടെ മുന്നിൽ കൂടെ വരാതിരിക്കാൻ വേണ്ടി വളർന്ന് അദ്ദേഹം തരും. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞുള്ള കാര്യമാണ്. അത്രയും ത്യാഗോചരമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും പ്രായമുള്ള ദേവദാസന്മാർ ഈ ഗവൺമെന്റുകളുടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതാണ്. എത്രമാത്രം ത്യാഗം ശ്രമിച്ചു അവരുടെ പ്രവർത്തനത്തിൽ ചുമലുകൊടുത്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രശംസയ്ക്ക് അത് ഉപാധിയാക്കാൻ പാടില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അത് തന്നെ പറയും. അപ്പൊ കർത്താവ് പറയുന്നത് വിശേഷം അറിയിക്കുക. അത് നിർബന്ധം സ്നേഹത്തിന്റെ നിർബന്ധം നമ്മുടെ ഇതിനോടുള്ള ബന്ധത്തിൽ
ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ മറ്റൊരു നിർബന്ധം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഒരാള് വിരുന്ന് കഴിക്കുക. ആ വിരുന്നിന്റെ ഡേറ്റൊക്കെ പറഞ്ഞ ആളുകളെ അവർ ക്ഷണിച്ചിട്ടു. വിരുന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദാസന്മാരെ പറഞ്ഞുകൂടി ഒന്നുകൂടി വരാൻ ഓർമ്മിക്കുക. അപ്പൊ അവര് പല അതൊന്നും ഒഴിഞ്ഞു മാറുകയാണ്. കോപിച്ചു. ദാസന്മാരോട് പറയുക, നിങ്ങൾ വഴിയേക്ക് ചെന്നത് കണ്ടവർ അതിന് വരാൻ പറ്റും. നമുക്കത് വായിക്കുന്നത് തോന്നുന്നു. ആണ് നമ്മളൊക്കെ വെച്ച് ഈ പറയുന്നത് പക്ഷേ വ്യാഖ്യാനമൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ നിർബന്ധിക്കായിട്ട് ആളെ പറയുന്നത് വളരെ ഫലപ്രയോഗത്തിലൂടെ അർത്ഥത്തിലല്ല പറയുന്നത്. വരേണ്ട ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് തുറന്നാണ്, വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അർത്ഥമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക. അതാണ് അവർ നിർബന്ധിക്കുക എന്നുള്ളത് ദൂരഭാഷകളുടെ അർത്ഥം വ്യാഖ്യാതാക്കൾ. ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. സുവിശേഷ പ്രവർത്തനത്തിൽ, സുവിശേഷ പ്രബന്ധത്തിൽ അത് ഏത് തരത്തിലുള്ള സുവിശേഷ അവതരണമായാലും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് 10-15 വർഷക്കാരായിട്ട് ഞാൻ അറസ്യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്രയും വർഷം കൊണ്ട് ധാരാളം ശ്രദ്ധയിലാണ് ഒരു കാര്യം പറയാൻ വേണ്ടി പറയാം. പക്ഷേ ഞാൻ എനിക്ക് ബോധ്യമുണ്ട്, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പറയണം. മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുനാഥൻ കുരിശിൽ മരിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയണം, ബോധ്യപ്പെടുത്തണം, പറയണം. ഇത് പറയാത്ത ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയും. ഇത് പറയാത്ത സുവിശേഷം എനിക്ക് പക്ഷേ അതൊക്കെ പറയും. ലോകത്തിലെ പല കാര്യങ്ങൾ പറയാം, മദ്യം നയിക്കുന്നൊക്കെ പറയാം, ഞാൻ പറയാറുണ്ട്. പക്ഷെ പറയുമ്പോൾ ഒടുവിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ രക്ഷിക്കാനാണ്. ഇത് പറഞ്ഞേ ചില ആൾക്ക് പറയുന്നത് മാത്രം നല്ല കാര്യം, നേരെ പറയുന്നത് പറയും. പക്ഷെ പറയുമ്പോൾ നോഹയുടെ കാര്യവും കുടിയുമ്പോൾ തന്റെ കാര്യവും ഒക്കെ പറഞ്ഞ സുവിശേഷം പറയുന്നില്ലേ. യേശുക്രിസ്തു എന്തിനു വേണ്ടി കുരിശിൽ മരിച്ചു ഇത് പറയുന്നില്ല. കൺവെൻഷൻ പദ്ധതികളിൽ പോകുന്നത് ബൈബിൾ ക്ലാസുമായി മാറിയിരിക്കുകയും ചില കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യതയാണ്. ബോധ്യപ്പെടുത്തുക പറയുന്നത് നമ്മൾ പറഞ്ഞാണ്. പക്ഷെ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തേണ്ട പ്രശ്നമുണ്ടാവും. പക്ഷെ നമ്മുടെ കടമ പറയുക. അങ്ങനെ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കുറവെന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും സുവിശേഷങ്ങൾ ആകൃഷ്ടരായി നമ്മുടെ കൂട്ടത്തിൽ വന്നാണ് അവരെ സ്നേഹത്തോടെ ഒന്നും പരിഗണിക്കാൻ നമുക്ക് പറ്റാറില്ല. അതിപ്പോൾ വലിയ ആരും ആരെങ്കിലും നമ്മൾക്ക് വിചാരിക്കുന്ന നമുക്കത് കഴിയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്താഗതി വിശ്വാസം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നെയൊക്കെ വിശ്വാസത്തിൽ നിലനിർത്തിയിട്ടുള്ളത് പ്രാരംഭമില്ല. ഞാൻ ഏതൊക്കെ രക്ഷപ്പെട്ടാണ് ഒടുവിലും സഭയിൽ അന്ന് വ്യക്തതയും കത്തോലിക്കർക്കും സഭയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ 2-3 കുടുംബങ്ങൾ മാത്രമേ വിശ്വാസത്തിന്റെ ആളാണ്. ആ സഭയിൽ പുറമെ നിന്ന് ആദ്യമായി രക്ഷിക്കപ്പെടുന്നത് ഞാനാണ്. ഏതൊക്കെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങളെ കുടുംബാലേക്കാണ് പ്രവർത്തനം നടത്തിയത്. അതിലുള്ളത് അന്നത്തെ ആളുകളുടെ സ്നേഹപരമായ പെരുമാറ്റം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ നിലനിർത്താനുണ്ടായിട്ടുള്ള ഒരു ഘടകപദാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ വായിച്ചിട്ടുള്ള സംഭവങ്ങളെ നടന്ന സംഭവമാണ്. പക്ഷെ കേരളത്തിലല്ല പുറത്ത് സഭയിൽ ആവാൻ സാധ്യതയില്ല. മറ്റു വിഭാഗത്തിലുള്ള ആൾ എഴുതിക്കുക നടന്ന കാര്യമാണ്. യുവാവ് ആദ്യമായി ഒരു വലിയ ചർച്ച സഭയിൽ വന്നിട്ട് അദ്ദേഹം വന്നപ്പോ അവിടുത്തെ ആ പാട്ട് മ്യൂസിക് ഇദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ആ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പ്രഭാഷണം നടത്തിയത് ആ പ്രഭാഷണം വളരെ ഭക്തിയോടുകൂടി അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുകയാണ്. അന്നത് നന്നായി എന്നത് അദ്ദേഹം ആ ഭക്തിയോടുകൂടി ആ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായാണ് തന്റെ മൊബൈൽ ഫോൺ റിലീവ് ചെയ്തത്. മറ്റുള്ളവരെ പോലെ ഈ ചർച്ചയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നോ സൈലന്റ് മോഡിൽ ആക്കണമെന്നോ അറിയില്ലായിരുന്നു. സാമാന്യം വലിയ റിലീവ് ചെയ്തപ്പോൾ എല്ലാവരും അതവിടെ കുറിച്ച് നോക്കും. ചിലർ കുറിച്ച് നോക്കും, ചിലർ പരിതാപത്തോടുകൂടി നോക്കും. അത് മാത്രമല്ല പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളും മൈക്കിലൂടെ തന്റെ സഹായിച്ചു. വളരെ ഭക്തിയോടുകൂടി എന്താ പെട്ടെന്ന് ദിവസം കൊണ്ട് തലയിൽ വെച്ചത് ആ മനോഭാവം തന്നെ മാറിയത്. ഈ കണക്കിൽ താൻ അവിടെ രക്ഷപ്പെട്ടത്. ഞാൻ നേരെ പോയത് ഒരു ബാറിലേക്ക്. പലപ്പോഴൊക്കെ ബാറിൽ പോകാൻ പോയിരുന്നു. താൻ അന്ന് ബാറിൽ ഒരു വാങ്ങി നശിപ്പിച്ചു വെച്ചു. മനസ്സസ്വസ്ഥമായ എങ്ങനെയോ കൈതട്ടി ആ കുട്ടി താഴെ ചിന്തി ചെയ്തു. എവിടെയും അവർ വന്ന് തന്നെ പോകാതെ ആ വരുന്നാൾ തന്റെ പുറത്തെ കാരണമില്ല അവർക്ക് ഭാര്യ ജീവനക്കാർ വന്നു. അത് ബാക്കി മാറ്റിക്കുക പറയാൻ ഒരു കുട്ടി ജീവനത്തിൽ പിന്നീട് ഈ വ്യക്തി അവർക്ക് നിത്യ പരിവർത്തകനായി എന്നാണ് പറയുന്നത്. അപ്പോ സ്നേഹവും പരിചരണയും കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടിയില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് കിട്ടി. നമ്മൾ സുവിശേഷം അറിയിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കടമ വന്നാൽ പരിഗണിക്കണം പറ്റാറില്ല. അതിന്റെയും കുറവാണല്ലോ. സുവിശേഷം അറിയിക്കാൻ കർത്താവ് തന്നെ 5 മിനിറ്റ് 2-3 കാര്യങ്ങൾ മാത്രം പറയുന്നു. അപ്പോ മറ്റൊരു കാര്യം മത്തായി 5:41 ഇത് മറ്റൊരാളിന്റെ നിർബന്ധമാണ് കർത്താവ് പറയുന്നത്. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ 2 ആളുകളുടെ കൂടെ പോകുക. അപ്പൊ നിർബന്ധിച്ചാൽ പോകണമെന്നല്ല, പോകാൻ കർത്താവ് പറയും. അപ്പൊ അതിന്റെ അർത്ഥമാണ് കർത്താവ് പറയുമ്പോൾ പോകും. കർത്താവിന്റെ സ്നേഹത്തിന് നിർബന്ധം. പ്രിയമുള്ളവരെ, ഒരു ഉപകാരം ചെയ്യാൻ, ഒരു സഹായം ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. അവൻ ആവശ്യപ്പെട്ടതിന് അധികം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ പരാജയങ്ങളാതെ ആവശ്യത്തിലധികം ചെയ്യും. ഒന്ന് 2 പോക, ഒരു നാഴിക വരാൻ 2 നാഴിക പോക. കർത്താവ് പറഞ്ഞ കാര്യം പറഞ്ഞതിനേക്കാൾ അധികം ചെയ്യും. യോസേഫിന്റെ കാര്യം നമുക്കറിയാം. യാക്കോബിന്റെ മകൻ യോസേഫ് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് യാക്കോബിന്റെ മകനെ സ്നേഹിച്ചത് നമുക്കറിയാം. ഒരിക്കൽ യാക്കോബ് യോസേഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ശരിയെങ്കിൽ ആളുകൾ ഞാൻ തോന്നിക്കുന്നു. അവിടെ ചെന്ന് സഹോദരന്മാരുടെ വിവരം അറിയുക. ആളുകൾ ചെന്ന് ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളതെന്ന് അറിയുക. അപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. ശേഖരിച്ചപ്പോ അവിടെ ആരെയും കാണുന്നില്ല. അവനവിടെ അരഞ്ഞു നിന്ന് നടക്കുക. അരഞ്ഞു നിന്ന് നടക്കുന്ന ഒരാൾ എന്തെങ്കിലും അപ്പൊ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു. അയാൾ പറഞ്ഞു, സഹോദരന്മാർ ആഗ്രഹിക്കണമെന്ന് പറയും. അവര് ഇവിടുന്ന് പോയി ജോർദാനിലേക്ക് പോകാമെന്ന് പറയുന്നത് കേട്ടു എന്ന് പറയും. വാസ്തവത്തിൽ ഈ യോസേഫിനെ മടങ്ങിപ്പോരാണ്. ശേഖരിൽ പോയി അവരുടെ ക്ഷേമ പിതാവ് വന്നിട്ടുണ്ട്. പക്ഷേ യോസേഫ് വീണ്ടും ജോർദാനിലേക്ക് പോവുകയാണ്.
ആ ശേഖരവും യോർദാനും തമ്മിലുള്ള ദൂരം അന്നത്തെ റോമൻ മൈൽ, ഒരു റോമൻ മൈൽ എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഇന്നത്തെ 20 കിലോമീറ്റർ എന്നാണ് ശേഖരത്തിൽ നിന്ന് യോർദാനിലേക്ക് 20 കിലോമീറ്റർ. ഒരാൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, എങ്കിലും വിശ്വസിച്ചുകൊണ്ട് വീണ്ടും 20 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത് എന്താണ്? 2 കാര്യം. ഒന്ന് പിതാവിനോടുള്ള അനുസരണം, മറ്റ് സഹോദരന്മാരോടുള്ള സ്നേഹം. അതെ, കർത്താവ് പറയുന്നു നാം കൽപ്പിച്ചത് അധികമായി ചെയ്യുക, മറ്റുള്ളവർ നമ്മൾ പറയുന്ന അധികമായി ഒരു ഉപകാരം ചെയ്യുക, സഹായം ചെയ്യുക എന്നുള്ളത്. ഒരു ആളിപ്രകാരം എഴുത്തുകാരൻ പറഞ്ഞത് അദ്ദേഹം വായിക്കുന്നു. എന്റേതായ പാഠങ്ങളല്ല ഞാൻ വായിക്കാം. നീ ഭക്ഷിച്ച് മിച്ചം വരുത്തുന്ന ഭക്ഷണം വാസ്തവത്തിൽ നിന്റേതല്ല, വിശക്കുന്ന മറ്റുള്ളവരുടേതാണ്. നീ ധരിക്കാതെ വെറുതെ കൂട്ടിവെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നിന്റേതല്ല, ആവശ്യത്തിന് വസ്ത്രമില്ലാത്ത മറ്റുള്ളവരുടെ. നിന്റെ ആവശ്യത്തിന് കവിഞ്ഞും നീ വെറുതെ കൂട്ടിവെച്ചിട്ടുള്ള പണം നിന്റേതല്ല, ആവശ്യത്തിന് പണമില്ലാത്ത ബുദ്ധിമുട്ട് മറ്റുള്ളവരുടേതാണ്. ഇതൊക്കെ കേൾക്കാനും പറയാവുന്നതാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷെ ആ ഒരു നല്ല വാദമായതുകൊണ്ട് ഇവിടെ യോജിക്കുന്നതോടെ ഞാനത് പറഞ്ഞു മാത്രം. അതെ, കർത്താവ് പറയുന്നു ഒരു വഴി പോകാൻ നിർബന്ധിച്ചാൽ 2 അതായത് 14-22 നന്നായി 14-22. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. കർത്താവ് അവരെ നിർബന്ധിക്കാൻ കാരണം വാസ്തവത്തിൽ അവിടെ നന്മയെ സുശേഷം മരിക്കും, തിരിച്ച് മക്കളുടെ സുശേഷം മരിക്കും. അവർ വളരെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമുണ്ടായിരുന്നു ചേട്ടന്മാർ. കർത്താവ് അവരോട് വിശ്രമിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ വിശ്രമിക്കാനായിട്ട് പറയുമ്പോൾ ഈ ജനങ്ങൾ കണ്ടത് അവർ വേറെ കൂട്ടമായി കണ്ടത്. അങ്ങനെ അവരെ കണ്ടപ്പോൾ കർത്താവ് ഇടയില്ലാത്ത പോലെ കണ്ട് അവരോട് സംസാരിക്കണം. അവർക്കാണ് ഈ അച്ഛൻ കണ്ടാൽ 2 മിനിറ്റ് അവരെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ വാസ്തവത്തിൽ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവരുടെ നന്മയ്ക്ക് അവരുടെ പൂർണ്ണതയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് നിർബന്ധിക്കേണ്ടി വന്നത്? അവർക്ക് ഈ കടലിലൂടെ ഈ കടലിലെ കളിലൂടെ പ്രത്യേകിച്ച് സന്ധ്യാസമയം. അത് മാത്രമല്ല, ഈ കടലിൽ ഇടയ്ക്ക് ഭൂതം പ്രവേശിക്കപ്പെടുന്നത് അന്നത്തെ ആളുകളുടെ അന്ധവിശ്വാസം കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വരുമ്പോഴാണ് ഈ കാറ്റും കോളൊക്കെ ഉണ്ടാകുന്നത്. വാസ്തവത്തിലെ കാറ്റും കോളും അവിടെ ഭൂക്കളില്ല. ഇന്നും അത് കാറ്റും കോളും കിട്ടുന്ന പറയാം. പെട്ടെന്ന് അത്യാഗ്രഹമാണ് കാറ്റും കോളുക. അത് ഈ മലകൾ വെച്ചിട്ടും മലകളുള്ളത് ഈ മലകളിൽ നിന്ന് തണുത്ത കാറ്റിൽ അടിക്കുമ്പോൾ, ചൂടായി കിടക്കുന്ന വെള്ളത്തിൽ അടിക്കുമ്പോൾ അത് പ്രതിഭാസമാണ് പെട്ടെന്ന് ഈ കാറ്റും കോളും ഉണ്ടാകുക എന്ന് പറയും. അപ്പൊ അവർക്ക് പോകാൻ കിട്ടുന്നത്. പക്ഷേ പോകുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് കർത്താവിനാണ്. അതുകൊണ്ടാണ് കർത്താവ് നിർബന്ധിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ അക്കരയ്ക്കുള്ള യാത്രക്കാരൻ, അക്കരയ്ക്കുള്ള യാത്രക്കാരൻ. അക്കരയ്ക്ക് യാത്ര ചെയ്യും, സഞ്ചാരി ഓരോ കണ്ടി ഭയപ്പെടേണ്ടത്. നമ്മൾ അക്കരയ്ക്കുള്ള യാത്ര, നമ്മുടെ ലക്ഷ്യം അക്കരെ, നമ്മൾ പ്രത്യാശ അക്കരയ്ക്ക് പോകേണ്ടത്. കർത്താവ് അത് നിർബന്ധിക്കും. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളൊക്കെ വിട്ടിട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. അത് വാസ്തവമാണ്. എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവമില്ല. പക്ഷേ നാം അക്കരയ്ക്ക് പോകും. അവിടെ നമ്മുടെ യാത്രയിൽ കാറ്റും പുറമുണ്ട്. നമ്മുടെ വളരുക രണ്ടു വെച്ച് വളരുക. പക്ഷെ കർത്താവ് നമ്മോട് കൂടെയുള്ളത് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും വിട്ടപ്പെട്ടു. ഒരു സംഭവം ഞാൻ പറഞ്ഞു. നാല് സംഭവം ഇത് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കുറെ പണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നത്തെ ഉപദേശമാരായിരുന്നു PM മാത്യു, മാമക്കുടി പി എം ജോർജ്, ഇവരൊക്കെ കണ്ട് നേരിട്ട് കേട്ടിട്ടുള്ളത്. സംഭവം
ഒരു പിതാവ് സുഖമില്ലാതെ വാർദ്ധക്യ സഹജമായ അനുഭവത്തിൽ മരണാസന്നനായി കിടക്കുകയാണ്. മക്കളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ വായു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പുസ്തകം മരണം സംഭവിക്കും. പക്ഷേ ഈ പിതാവ് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളൊക്കെ വിചാരിച്ചു, മക്കളെല്ലാവരും അപ്പൊ ഞങ്ങളോടുണ്ട്. അപ്പോ ഒരു മകളെ വിചാരിച്ചു എന്നെയായിരിക്കും. അപ്പൊ പക്ഷേ ഞാനിവിടെയുണ്ട്. അപ്പൊ വേറെ പോകുമ്പോൾ ഞാനിവിടെയുണ്ട്. എല്ലാവരും പറയാം. പക്ഷെ എന്നിട്ടും അദ്ദേഹം അസ്വസ്ഥനായിട്ട് കണ്ണു പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളുടെ ഒരാൾക്ക് മനസ്സിലായി, മകന് മനസ്സിലായി എന്താണ് അപ്പം തേടുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലെ ബാങ്ക് ആ പെട്ടിയാണ് തെരയുന്നത്. ഈ സമയത്ത് ആ പെട്ടി ഒരു മകൻ കൊണ്ടുവന്നപ്പോൾ അത് വേറെ കൈകൊണ്ട് വാങ്ങി നെഞ്ചോടാണ്. ആ നെഞ്ചോട് അവർക്ക് കുടിച്ചു പോയത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസം വെച്ചു. നാം പ്രത്യാശയുടെ കാര്യങ്ങൾ പറയും, പ്രത്യാശയുടെ പാട്ടൊക്കെ പാടും. പക്ഷേ ഞാനും നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ അനുവദിക്കുന്നില്ല. കർത്താവ് നമ്മെ നിർബന്ധിക്കുന്ന അക്കരയ്ക്ക് പോയാൽ, കർത്താവ് നമ്മെ നിർബന്ധിക്കുന്ന ദുശ്ചേതമായിരിക്കാൻ, കർത്താവ് നമ്മെ നിർബന്ധിക്കുന്ന മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വിധേയമായി കർത്താവിനെ ഭാവിച്ചത് മുന്നോട്ട് പോകും.